അങ്ങനെ നമ്മൾ നവംബർ 13 രാത്രി 8 മണിയോടുകൂടി ഡൽഹി കേരള ഹൗസിൻ്റെ ഫ്രണ്ടിലുള്ള പട്ടേൽ ചൗക്ക് മെട്രോ വഴി കാശ്മീരി ഗേറ്റിലെത്തി. അവിടുന്ന് കുറച്ച് നടക്കുമ്പോൾ ഇൻ്റർ സ്റ്റേറ്റ് ബസ് ടെർമിനലുണ്ട്. അവിടെ ബസ് ബുക്കിംഗ് സിസ്റ്റം വഴി നമ്മൾ അയോധ്യയിലേക്ക് പോയി. അവർ തന്നെ ബസ് നമ്പറെല്ലാം നമുക്ക് അയച്ചു തരും. അങ്ങനെ നമ്മൾ എയർ ബസ്സിൽ കയറി അപ്പർ ബർത്തിൽ കടന്ന് രാവിലെ 6:45 അയോധ്യയിലെത്തി. എയർ ബസ് ആയതുകൊണ്ട് തന്നെ അവർ രാവിലെ ഒരു സ്ഥലത്ത് നിർത്തി തന്നു. പല്ല് തേക്കാനും ചായ കുടിക്കാനും മറ്റും വേണ്ടി. എല്ലാം ഒരു 15 മിനിറ്റ്. അവിടുന്ന് 1 മണിക്കൂർ കൂടി യാത്ര ചെയ്ത് അയോധ്യയിൽ നിന്ന് 5 കിലോമീറ്റർ മാറി ഒരു സ്റ്റോപ്പിൽ നമ്മൾ ഇറങ്ങി. അവിടെ നടയിലെത്തി ഒരു പോലീസ് ഓഫീസറിൻ്റെ തിരക്കിയപ്പോൾ റിഫ്രഷ് ചെയ്യാൻ വേണ്ടി ബിർള മന്ദിരം ഉണ്ടെന്ന് മനസ്സിലാക്കി. അങ്ങനെ അവിടെ ചെന്ന് ഒരാൾക്ക് 80 രൂപ നിരക്കിൽ കുളിയെല്ലാം കഴിഞ്ഞ് അയോധ്യ ക്ഷേത്രത്തിൽ പോയി. അവിടെ 3 പരിശോധന ഉണ്ടായിരുന്നു. ഫുൾ ബോഡി ചെക്കപ്പ്, പിന്നെ കയ്യിലുള്ള സാധനങ്ങൾ, അതിനെ പിന്നെ ലോക്കർ കൊടുത്തിട്ട് വേണം നമ്മൾ മൂലക്ഷേത്രത്തിൽ കയറ്റുള്ളൂ. അവിടെ അത് ഇപ്പോൾ കാണുന്നിടത്ത് ഒക്കെ പണിയൊക്കെ കഴിഞ്ഞിടമാണ്. ഈ മൂലക്ഷേത്രത്തിനകത്താണ് പണികളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ അവിടുന്ന് ദർശനമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നല്ല ചൂട് കഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നു. കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് ഡൊണേഷൻ ഉണ്ടായിരുന്നു. ATM കാർഡൊക്കെ കൊടുത്ത് ഡൊണേഷനൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. പിന്നെ അവിടുത്തെ വിശേഷം എന്ന് പറയുന്നത് പിന്നെ ബാബറി മസ്ജിദ് തകർക്കം ഉണ്ടായി. 1992 നമ്മൾ ഈ മസ്ജിദ് തകർത്തിട്ട് അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് 2019 സുപ്രീം കോടതി വിധി വന്നു. നമ്മൾ രാമക്ഷേത്രം പണി കഴിപ്പിച്ചു. അത് കഴിഞ്ഞ് 2024 പണി കഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവിറങ്ങി. പിന്നെ 2024 പ്രതിഷ്ഠിച്ചു. 2025 അതിൻ്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നമ്മുടെ നരേന്ദ്രമോദി ഉദ്ഘാടനവും നടത്തി. അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ രാമക്ഷേത്രത്തിലെ വിശേഷങ്ങൾ. പിന്നെ നിങ്ങളിപ്പോൾ കാണുന്നതൊക്കെ ലോക്കറിൻ്റെ ഫ്രണ്ടിലുള്ള സ്ഥലമാണ് കേട്ടോ. അകത്ത് ചെല്ലുമ്പോഴാണ് ഇവിടെയൊക്കെ പണിയൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അകത്താണ് പണിയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നടക്കുന്നത്. അതൊന്നും വീഡിയോയിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ 12 മണിയോടുകൂടി തിരിച്ച് റൂമിലെത്തി. സാധനങ്ങളൊക്കെ എടുത്തു തിരികെ അയോധ്യ റെയിൽവേ സ്റ്റേഷനിലെത്തി. വന്ദേ ഭാരതിലായിരുന്നു തിരിച്ച് ഇങ്ങോട്ട് വന്നിരുന്നത്. അങ്ങനെ റൂമിലെത്തിയപ്പോൾ 10-10:30 ആയി. വന്ദേ ഭാരതിലായതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡൊക്കെ അതിനകത്ത് നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 10:30 നമ്മൾ കേരള ഹൗസിലെ റൂമിലെത്തി. അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ രാമജന്മഭൂമിയിലുള്ള വിശേഷങ്ങൾ. ഇതൊക്കെ നിങ്ങൾ കാണുന്നതൊക്കെ അതിനകത്തുള്ള ഇതൊക്കെയാണ് കേട്ടോ, വീഡിയോസാണ്. അപ്പോൾ എല്ലാവരും ചെന്ന് കാണുക, സന്ദർശിക്കുക. എവിടെ നിന്നൊക്കെയാണ് ആളുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഓക്കെ.